നിങ്ങളെ കളിമണ്ണിനെ രൂപപ്പെടുത്തുന്നത് പോലെ ചക്രത്തിൽ നിങ്ങൾ രൂപപ്പെടുത്തുകയാണ്. Forming us into a new man, into a new woman. ഒരു പുതിയ പുരുഷനാക്കി, ഒരു പുതിയ സ്ത്രീയാക്കി ഈ രാത്രി വചനം നിന്നെ രൂപപ്പെടുത്തുകയാണ്. If there's a crack in our life, like a crack within a plate. ആമേൻ. ഒരു ചട്ടി പൊട്ടിപ്പോയതുപോലെ, ഒരു മൺപാത്രം പൊട്ടി ഉടഞ്ഞതുപോലെ ഈ രാത്രി നിന്നിൽ ഏതെങ്കിലും ഒരു പൊട്ടലുണ്ടെങ്കിൽ ഈ രാത്രി അത് തീർക്കുവാൻ എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. Then take your body and place it in the hands of the potter. പക്ഷേ ഇന്ന് രാത്രി നിനക്ക് തയ്യാറാണോ? ആമേൻ. നല്ല കുശവന്റെ കൈകളിലേക്ക് ഈ രാത്രി നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിന്റെ പൊട്ടിയ അനുഭവങ്ങളെ അവൻ പുതുതാക്കുവാൻ മതിയായവൻ. Let the potter straighten the crack out of your life. ഓ, ഈ രാത്രി നിന്റെ ജീവിതത്തിലുണ്ടായ ആ വിള്ളലുകൾ, പൊട്ടലുകൾ ഇന്ന് രാത്രി നല്ല കുശവനൊന്ന് മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്തേക്ക് അവന്റെ കരങ്ങളൊന്ന് ഓടട്ടെ, അവന്റെ വിരലുകളൊന്ന് പതിക്കുവാൻ ഏൽപ്പിക്കാം. Jesus said he's going to present to himself a glorious church. Jesus said he's going to present unto himself a glorious church. കർത്താവ് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? വചനം പറയുന്നു, ആമേൻ, ഒരു നല്ല വിശുദ്ധമായ ഒരു മഹത്വപൂർണമായ സഭയെയാണ് അതിനുവേണ്ടിയാണ് അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. Not having a spot or wrinkle, കറയോ ചുളുക്കമോ ഉള്ള ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, nor any such thing, but that it should be holy. ആമേൻ. വിശുദ്ധമല്ലാത്തതായ ഏതെങ്കിലും ഒരു അനുഭവത്തിലുള്ള സഭയ്ക്ക് വേണ്ടിയല്ല യേശു തന്നെത്താൻ ഏൽപ്പിച്ചത്. When the potter formed the vessel, ഈ കുശവൻ ഒരു പാത്രം പണിയുമ്പോൾ he don't want no cracks in the vessel. ഒരു കുശവനും ആഗ്രഹമില്ല പണിയുന്ന പാത്രമെല്ലാം പൊട്ടി എല്ലാം കൂടെ ഇങ്ങനെ കീറലെല്ലാം വന്നിരിക്കുന്ന കണ്ടാൽ തന്നെ ഒരു ഭംഗിയില്ലല്ലോ. That's why he's watching the vessel as he form it. അതുകൊണ്ട് ഈ പാത്രം പണിയുമ്പോൾ തന്നെ, ചക്രത്തിലിരിക്കുന്ന കളിമണ്ണ് പാത്രമാക്കുമ്പോൾ തന്നെ കുശവൻ അതിനെ ശരിക്കും നോക്കും, ഇതിനകത്ത് ഏതെങ്കിലും ഒരു വിള്ളലുണ്ടോ. God told the prophet Jeremiah, യിരെമ്യാ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, go down to the potter's house. നീ പോയി കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. Jeremiah went to the potter's house. നമുക്കറിയാം, യിരെമ്യാ പ്രവാചകൻ അവൻ കുശവന്റെ വീട്ടിൽ ചെന്നു. And he said, I looked at the potter as he wrought a work on the wheel. അവിടെ യിരെമ്യാവ് എഴുതിയിരിക്കുന്ന ഇതാണ്, കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ കുശവൻ തന്റെ പാത്രങ്ങൾ അവൻ ചക്രത്തിന്മേൽ അവൻ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. God told Jeremiah to tell Israel, ആമേൻ. യിരെമ്യാവിനോട് കർത്താവ് പറഞ്ഞു, നീ എന്റെ ജനമായ ഇസ്രായേലിനോട് പറയേണ്ടത് എന്തെന്നാൽ, can I not do with you as the potter does with the clay? അല്ലയോ ഇസ്രായേൽ ജനമേ, ഒരു കുശവൻ അത് കളിമണ്ണിനോട് ചെയ്യുന്നത് പോലെ നിങ്ങളോടും എനിക്ക് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. Look at us, brothers and sisters. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ. It's nothing so great about us. ആമേൻ. ഞങ്ങളെ കുറിച്ച് എന്ത് പൊങ്ങച്ചം പറയുവാൻ ഞങ്ങൾക്ക് എന്ത് മഹിമയാ ഉള്ളത്. God can do what he want with us. ആമേൻ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യണമെങ്കിൽ ഞങ്ങളെ ചെയ്യുവാൻ അവന് കഴിയുമെന്ന് മാത്രം. It's nothing so great about a rich man. ആമേൻ. ഇന്ന് രാത്രി ഒരു ധനികനായ വ്യക്തിയായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. God can do what he want with the rich man. ഇന്ന് രാത്രിയിൽ ഏതൊരു പണക്കാരനെയും ഏതൊരു ധനികനെയും തനിക്ക് ആഗ്രഹിക്കുന്ന നിലയിൽ അവനെ ആക്കുവാൻ ദൈവത്തിന് കഴിയും. The scripture says that not the rich man glory in his riches. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഒരു ധനികൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. Let not the wise man glory in his wisdom. ആമേൻ. ഒരു ജ്ഞാനിയും തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. But if any man should glory, he should glory in this. ആമേൻ. ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും വല്ലതിലും പ്രശംസിക്കുവാനുണ്ടെങ്കിൽ അവന്റെ പ്രശംസ മുഴുവൻ ഒന്നിൽ മാത്രം ആയിരിക്കട്ടെ, that he know who God is. ആമേൻ. ദൈവം ആരെന്നറിഞ്ഞുകൊണ്ട്, God the master of creation, സകല സൃഷ്ടിയുടെയും അത് സൃഷ്ടാവും ഉടയവനുമായവൻ, God the Lord of the world, ആമേൻ. ലോകത്തിന്റെ കർത്താവായ, God the master of the day of judgment, വരാൻ പോകുന്ന ന്യായവിധിയുടെ നായകനായവൻ, God the savior of creation, സകല സൃഷ്ടികളുടെയും വീണ്ടെടുപ്പുകാരനായ രക്ഷകൻ. God says, look unto me and be ye saved, all the ends of the earth. ഇന്ന് രാത്രിയിൽ കർത്താവ് വിളിച്ചു പറയുന്നു, അല്ല സകല ഭൂവാസികളുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ.
God wants to make us into a new creature. ഈ രാത്രിയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സഭയെ ആകമാനം ഒന്ന് ഉടച്ചു പണിത് ഈ രാത്രി നിന്നെ ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റുക എന്നുള്ളതാണ്. The scripture says, let us lay aside. ആമേൻ. ഇന്ന് രാത്രി ചില കാര്യങ്ങളൊക്കെ നമ്മൾ പുറകിൽ എറിഞ്ഞു കളയണമെന്ന് വചനം ഓർപ്പിക്കുന്നു. Every weight of sin that doeth so easily beset us. ആമേൻ. ഇന്ന് രാത്രി മുറുകെ പറ്റുന്ന ഏതെങ്കിലും പാപമോ ഏതെങ്കിലും ഭാരമോ ഉണ്ടെങ്കിൽ അത് പുറകിൽ എറിഞ്ഞു കളഞ്ഞ And let us run this race with patience that is set before us. ആമേൻ. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെയും ക്ഷമയോടെയും കൂടെ ഓടുവാൻ ഈ രാത്രി തിരുവെഴുത്ത് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. Looking unto Jesus, the author and finisher of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ സ്ഥിരതയോടുകൂടെ ദൈവസഭ ഓടുവാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. While we run this holy race, എന്തിനു വേണ്ടിയാണ് നാം ഈ വിശുദ്ധ ഓട്ടം ഓടുന്നത്? we got to look to Jesus. നാം ഇന്ന് രാത്രി ഓടുമ്പോൾ ഓട്ടത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ നമ്മൾ നോക്കുക. Don't look to Pastor Jennings. ഒരിക്കലും പാസ്റ്റർ ജെന്നിങ്സിനെ നോക്കി ഓടരുത്. Don't look to Bishop Johnson. ബിഷപ്പ് ജോൺസനെ നോക്കി ഓടരുത്. You have to look to Jesus. ഈ രാത്രി നോക്കേണ്ടത് യേശുവിനെയാണ്. Because we eventually gonna die. ആമേൻ. കാരണം എന്താണ് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരും പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം എന്നെങ്കിലും ഇവിടെ പെടഞ്ഞു വീണ് ചാകാനുള്ളവരാണ്. But God liveth forever. ആമേൻ. പക്ഷേ എന്നേക്കും ജീവിക്കുന്നവനാണ് നാം നോക്കുന്ന കർത്താവ്. The scripture says, heaven and earth shall pass away, but my word shall not pass. ഓ ദൈവത്തിന്റെ വചനം പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനത്തിലെ ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. This is the message for the last days. ഈ രാത്രിയിലെ ആമേൻ, ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് തരുവാനുള്ള എന്റെ സന്ദേശം ഇതാണ്. Jesus is coming. യേശു വരുന്നു. He taught us to look up, for your redemption draw nigh. ഈ കർത്താവ് വരുമ്പോൾ നമ്മുടെ പ്രതിഫലം ആരും കൊണ്ടുപോകാതിരിപ്പാൻ അവനെ നോക്കി ഓടുക. The scripture says, therefore, if any man be in Christ, he is a new creature. തിരുവെഴുത്ത് പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയൊരു സൃഷ്ടിയാകുന്നു. Old things are passed away, പഴയതെല്ലാം കഴിഞ്ഞുപോയി, and behold, all things are become new. ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. It takes time for the old habit to pass away. ആമേൻ. പഴയ മനുഷ്യന്റെ സ്വഭാവം പുറത്തു പോകണമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് പാതിരാമണൽ ഉണ്ടായതുപോലെ പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് സമയമെടുക്കും. Even if we have some old beliefs that are wrong, it takes time for us to die out from those old beliefs. നമ്മുടെ പഴയ ഏതെങ്കിലും ഉപദേശവും ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ നമ്മുടെ അകത്ത് കിടപ്പുണ്ടെങ്കിൽ അത് ഒറ്റ രാത്രി കൊണ്ട് പോകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പോകണം, പോയേ പറ്റൂ. കാരണം സമയമെടുത്താലും അത് പുറത്തു പോകും. This is why the word of God is preached, to constantly work on the old man that is in us. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ആ പഴയ മനുഷ്യന്റെ മേൽ ഒരു പ്രഹരം നടത്തിയെങ്കിൽ എന്റെ കുഴപ്പമല്ല. ഇന്ന് രാത്രി ചിലതിനിട്ടൊക്കെ ചില തട്ടും മുട്ടും ഒക്കെ കിട്ടിയാലേ ശരിയാകത്തുള്ളൂ. ഈ രാത്രി വചനം ഇടപെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. The scripture says, if any man be in Christ, വചനം പറയുന്നത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ he is a new creature. അവനാണ് ഒരു പുതിയ സൃഷ്ടി. But the new creature must be slowly transformed into that new creature. എങ്കിലും ആ പുതിയ സൃഷ്ടിയായി തീരുവാനുള്ള വ്യക്തി പുതിയ സൃഷ്ടിയാകുന്നതിന് മുമ്പുള്ള ചില രൂപാന്തരത്തിന്റെ പ്രക്രിയയിലൂടെ കടന്നു പോകണം. The scripture teaches us to set your affections on things above. ആമേൻ. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ചിന്ത ഉയരത്തിലുള്ള ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള ചിന്തയായിരിക്കണമെന്നാണ് വചനം ഓർപ്പിക്കുന്നത്. And not on things of the earth. ഈ ഭൂമിയിലെ പഴയ കാര്യങ്ങളല്ല. For ye are dead. കാരണം നിങ്ങൾ മരിച്ചു, നിങ്ങൾ മരിച്ചു. And your life is hid with Christ in God. ആമേൻ. ഇപ്പോൾ നമ്മുടെ ജീവിതം എവിടെയായി തീർന്നു? നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. In order for me to die, ആമേൻ. അതിന്റെ അർത്ഥം പാസ്റ്റർ ജെന്നിങ്സ് മരിക്കണമെങ്കിൽ the scriptures have to work on me. ആമേൻ. ഞാൻ ചാകണമെങ്കിൽ എന്നെ ആരെങ്കിലും കൊല്ലണമല്ലോ. അതിന് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് നല്ല ഒന്നാം തരം സാധനം. You see, the scriptures is called a sword. ഈ വചനത്തെ വിളിക്കുന്നത്
The sword is not used to shave you. ആമേൻ. ഇതൊരു വാളാണ്, അല്ലെങ്കിൽ ഒരു കത്തിയാണ്. ഇത് നമ്മൾ ഷേവ് ചെയ്യാൻ വേണ്ടിയല്ല ഉള്ള പരിപാടി അല്ല ഇത്. The sword is not used to cut your hair. ആമേൻ. ഇത് ഈ വാളാകുന്ന വചനം ഇത് നിന്റെ പെടലി വെട്ടിക്കളയാൻ വേണ്ടിയുള്ള സാധനമല്ല. The sword is used to pierce you. ആമേൻ. നിന്റെ ഹൃദയാന്തർഭാഗത്തേക്ക് തുളച്ചു ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു തുളയ്ക്കുന്ന സാധനമാണ് വചനം. The sword is used to cut you. ആമേൻ. ഇന്ന് രാത്രി ചിലർക്കൊക്കെ 6 വിരല് 10 വിരലുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് വേണ്ടാത്തതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വേണ്ടാത്തതെല്ലാം കളയുന്നതാണ് വചനം. The reason why the scriptures is called a sword, വചനത്തെ വാളെന്ന് വിളിക്കാനുള്ള ഒരു കാരണം, because the Lord knows we're still holding on to something we have no business holding on to. ആമേൻ. പണ്ട് ആരാണ്ടും തിരുനക്കരയിൽ നിന്ന് കൊമരകത്തിന് വെള്ളം പോയപ്പോൾ രാവിലെ എത്തിക്കഴിഞ്ഞപ്പോഴും അവിടെ തന്നെ കിടക്കുമല്ലായിരുന്നോ? അപ്പൊ ഈ മനസ്സിലാക്കിയ ആള് എന്ത് ചെയ്യണം? കയററുത്ത് മുറിക്കാൻ ആദ്യം വാളെടുത്ത് വെട്ടി കയറ് കളയണം. So the sword, which is the word, come to cut us away from it. ഇന്ന് രാത്രി നമ്മെ ഏതിനോടെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ട് പൊട്ടിക്കാനായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, അത് വാളെടുത്ത് അതെല്ലാം മുറിക്കുക, കട്ട് ചെയ്യുക. It comes to cut us away from wickedness. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്റെ അകൃത്യങ്ങൾ, അതെ ദുഷ്ടതയുടെ തിന്മയുടെ വശങ്ങൾ എന്താണോ അത് അറുത്തു മാറ്റുക, മുറിച്ചു കളയുക. Cut us away from sin. ആമേൻ. പാപത്തിന്റെ വഴികൾ നമ്മിൽ നിന്നും അറുത്തു മാറ്റുക. We have to be cut away from our own self. നാം പാപം മാത്രമല്ല, നമുക്കുണ്ടല്ലോ നമ്മളെന്നുള്ളൊരു ഭാവമൊക്കെ ആ സ്വയത്തെ കൂടെ ഒന്ന് മുറിക്കണം. The scriptures is also called a hammer. ഈ വാളെന്ന് മാത്രമല്ല, കൂടൊന്നും കൂടെ വിളിക്കും. കൂടം, ചുറ്റിക. A hammer is not made to make you feel good. ഈ കൂടം കൊണ്ട് തലക്കിട്ട് അടി കിട്ടിയാൽ എന്നാ സുഖമല്ലേ? അങ്ങനെ സുഖം വരുത്തുന്ന സംഭവം അല്ല ഇത്. God says in the book of Jeremiah, is not my word like a hammer that breaks the rocks in pieces? യിരെമ്യാവിന്റെ പ്രവചനത്തിൽ ദൈവം തന്നെ ഇസ്രായേലിനോട് ചോദിക്കുകയുണ്ടായി, എന്റെ വചനം ആമേൻ തീ പോലെയും പാറയെ തകർക്കുന്ന വലിയ 16 റാത്തൽ കൂടം പോലെയും അല്ലയോ? What does the hammer hitting the rock represent? ഈ പാറ അടിച്ചു തകർക്കുന്ന കൂടം, ഈ ചുറ്റിക എന്തിനാകണം? വെറും ആണി ചുറ്റികയല്ല കേട്ടോ. You see, some of us got heads like a rock. ചിലതിന്റെയൊക്കെ തലമണ്ടയുണ്ടല്ലോ ഈ അനങ്ങാത്ത പാറ പോലിരിക്കുന്നത്. ഇതിനിട്ടൊക്കെയാ കൂടത്തിന്റെ പണി. We're hard headed. നമ്മുടെ തല വലിയ തലക്കനോ എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ ആരാണെന്നറിയാവോ? വരുന്നുണ്ട്. Stubborn. ആമേൻ. നമുക്ക് നമ്മുടെ ഈ മത്സര സ്വഭാവം ഉണ്ടല്ലോ. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പാണ്, എന്നെക്കാളും വലിയ പുള്ളി വേറെ നിനക്കിട്ട് വരുന്നുണ്ട്. Whenever I don't want to obey something God says, I am being hard headed. ദൈവത്തിന്റെ പൈതലെ, കർത്താവ് ഒരു കാര്യം നിന്നെ കുറിച്ച് പറയും, പക്ഷെ നീ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കും. നിനക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല. അപ്പോഴാണ് വലിയ 16 റാത്തൽ കൂടം നിന്റെ നേരെ കടന്നു വരുന്നത്. So now the hammer of the word have to come. ഇന്ന് രാത്രിയിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഈ വലിയ പാറേനെയൊക്കെ അടിക്കാൻ ആണി ചുറ്റിക പോരല്ലോ, അതുകൊണ്ട് കൂടവുമായിട്ടാ കർത്താവ് വരുന്നത്. വന്ന് തരും നിന്റെ തലമണ്ടയ്ക്ക് ഒറ്റ പൊട്ടീര്. And break up that stubborn mind. അന്നേരമാണ് അയ്യോ നിന്റെ തല പൊട്ടുമ്പോഴാ നീ വെടികൊള്ളുമ്പോ പന്നി മേളോട് നോക്കുന്ന പോലെ നോക്കാൻ പോകുന്നത്. The hammer of the word got to come to break up that stubborn heart. അതെ, ഇന്ന് രാത്രി ഉറച്ച കട്ടിപിടിച്ച കല്ലിച്ച ചില ഹൃദയങ്ങൾ, പാറ പോലെ ഉറപ്പുള്ള ചില ഹൃദയങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനമെന്ന ചുറ്റിക ഉപയോഗിച്ച് നിന്നെ അടിച്ച് നിന്നെ പരുവപ്പെടുത്തുമ്പോൾ സുഖകരമായ ഒരു അനുഭവമല്ല. Don't you hear what Jesus said? ഓ, കർത്താവ് പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടോ? Jesus said, if you fall on this stone, you shall be broken. ആമേൻ. ഈ ചില വ്യക്തികൾക്ക് യേശു ഒരു തടങ്കൽ പാറയ, അതിന്റെ മേലോട്ട് ആരെങ്കിലും വീണാലും അവന് പരിക്ക് പറ്റും, അത് വേറൊരുത്തന്റെ വീണാലും അവന് നാശം വരും. Jesus said, but if it fall on you, ആമേൻ,
നിങ്ങളുടെ മേൽ ഈ പാറയൊന്ന് വീണാൽ എന്തായിരിക്കും സ്ഥിതി? It shall grind you to powder. അവൻ നിന്നെ അടിച്ച് കല്ല് പൊടിയാക്കി ധൂളിയാക്കി മാറ്റും. That's what we want God to do to us. ഇന്ന് രാത്രി നമുക്ക് എന്താ വേണ്ടത്? തീരുമാനിക്കാം. ഇന്ന് രാത്രി കൂടം കൊണ്ട് അടിക്കണോ അതോ അതിനു മുമ്പ് കുണപ്പെടുവോ? When a thing is ground to powder, it's brought to a low degree. നമുക്കറിയാം, നേരത്തെ കണ്ടാൽ വലിയ പാറയായിരുന്നു. പക്ഷെ അടിച്ചു കഴിഞ്ഞപ്പോൾ അടിച്ചടിച്ച് ഉടച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വെറും ഷൂ ആയിട്ട് പൊടിയായി തീർന്നു. That means everything about us is torn to pieces. അതിന്റെ അർത്ഥം ഇന്നലെ വരെ ഒന്നായിരുന്ന കല്ലായിരുന്നു, പക്ഷെ ഇപ്പം പല പീസായി, അത് പൊടിയായി, പൗഡറായിട്ട് തീർന്നു. ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നമ്മളാകുന്നു. There's nothing left for the devil to use no more. ആമേൻ. കർത്താവിന്റെ വചനമാകുന്ന ഈ വലിയ ചുറ്റിക നമ്മെ അടിച്ചു തകർത്ത് കഴിയുമ്പോൾ പിന്നെ പിശാചിന് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയത്തില്ല. കാരണം നീ ഇപ്പോൾ അവന്റെ കൈകളിൽ മൃദു ഹല്ലേലൂയ ധൂളിയായി ഒരു വലിയ ഹല്ലേലൂയ മാവായി, നേരിയ മാവായി തീർന്നു. ഇനി അവന് നിന്നെ അധികാരമില്ല. There's no more room for sin no more. ദൈവത്തിന്റെ വചനം നമ്മെ രൂപപ്പെടുത്തി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ അകത്ത് പാപത്തിന് അവസരമില്ല. That's why the gospel is hard and the gospel is rough. ആമേൻ. ഒരു ചുറ്റിയ കൊണ്ട്, ഒരു വലിയ കൂടം കൊണ്ട് ആ പാറയെ അടിച്ച് എങ്ങനെ രൂപപ്പെടുത്തുവോ അതുപോലെ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലും ഇടപെടുന്നു. You can't take the gospel and go easy on the person. സുവിശേഷമായിട്ട് കൊള്ളാം, ഇങ്ങനെ തിരുമാൻ മസാജ് സെന്ററിൽ ചെന്ന് തിരുമുന്നത് പോലെ സുവിശേഷം നിന്നെ തിരുമത്തില്ല കേട്ടോ. You have to take the word and use it like a hammer. ആമേൻ. എന്ത് ചെയ്യണമെന്നറിയാമോ? സുവിശേഷം കയ്യിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിച്ചവന്റെ തലമണ്ട പൊളിച്ചേക്കണം. You can't take the sword of the word and just gently tease and poke somebody. പിള്ളേർക്ക് പോളിയോ കുത്തുന്നത് പോലെ ചെറിയ സൂചി വെച്ച് ഇങ്ങനെ കൊണ്ട് ചെറുതായിട്ട് അനക്കരുത്. ഉറുമ്പ് കടിക്കുന്നത് പോലല്ല. കുത്തുവാണെങ്കിൽ സുവിശേഷം കയ്യിൽ കിട്ടിയാൽ ശരിക്ക് കുത്തി അകത്ത് കയറ്റണം. You have to take that word and pierce it all the way through. എന്ന് പറഞ്ഞാൽ നിന്റെ കൈവശം കിട്ടിയിരിക്കുന്ന ഈ സൂചി ഉണ്ടല്ലോ, ഇത് കുത്തി അകത്ത് കടത്തണം, പള്ളക്കകത്തൂടെ കയറ്റി വിട്ടേക്കണം. You have to say like Jesus said, not my will but let thine will be done. ഇതൊക്കെ ചെയ്യുന്നത് ആരെയാണെന്ന് അറിയാമോ? കർത്താവേ, എന്റെ ഇഷ്ടമല്ല അപ്പ നിന്റെ ഇഷ്ടമെന്ന് പറയുന്നവരെയാ വചനം ഈ നിലയിൽ ദൈവത്തിന് ഉപയോഗപ്പെടുന്നതായ നിലയിൽ നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. എല്ലാവരെയും ദൈവം ചെയ്യുന്നില്ല. The first introduction to God is when you hear the message of holiness. ദൈവത്തെ നമുക്ക് ഒന്നാമത് പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ പ്രാവശ്യം നമ്മൾ സുവിശേഷം കേൾക്കുമ്പോഴാണ്. After we hear, then the mind begins to think about what we hear. നാം കേട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് കേട്ടതിലേക്ക് ചാഞ്ഞ് അതിനു വേണ്ടിയുള്ള പ്രതികരണം വരികയാണ്. രണ്ടാമത്തെ ഘട്ടം. After our ears have heard and our mind have thought, then our heart become emotionally involved with what our ears have heard and what our mind begin to think. ഒന്നാമത് ഞാൻ കേട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് അതിനോട് താതാത്മ്യപ്പെട്ടു. ആ മനസ്സും കേൾവിയും ഒന്നു ചേർന്ന് കഴിയുമ്പോൾ എൻ്റെ ഹൃദയം അതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന വലിയ മാറ്റം നിമിത്തം ഞാനും നിങ്ങളും ഒരു പുതിയ സൃഷ്ടിയുടെ ഒന്നാമത്തെ പടിയിലേക്ക് കടക്കുന്നു. After my ears hear and my mind begin to think about what I heard and my heart submits to what my ears have heard and my mind begin to consider, then my body can subject itself and willingly obey the commandments of the Most High God. ഒന്നാമത് ഞാൻ കേട്ടതിനനുസരിച്ച് എൻ്റെ മനസ്സ് അതേ രൂപപ്പെട്ടു. ആ കേട്ടതിനനുസരിച്ച് മനസ്സും ആ കേൾവിയും രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതെൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. എൻ്റെ ഹൃദയം അതിനനുസരിച്ച് രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതെൻ്റെ ശരീരത്തിലേക്ക് വന്നു. എൻ്റെ ശരീരവും അതിനനുസരിച്ച് പ്രതികരിക്കുവാൻ തക്കവണ്ണം ഞാൻ സമർപ്പിച്ചു കൊടുത്തു. Brothers and sisters, എൻ്റെ സഹോദരി സഹോദരന്മാരെ, let us all submit ourselves to the formation of God. ഈ രാത്രിയിൽ കർത്താവ് നമ്മെ ഒന്ന് പണിയുന്ന ആ പണിയിലേക്ക് കർത്താവിൻ്റെ കരങ്ങൾ എന്നെ നിന്നെ പണിയുവാൻ ഈ രാത്രി ഒന്ന് സമർപ്പിക്കാമോ? Wherever you need development in your spiritual walk, ദൈവിക
നടപ്പിൽ, ആത്മീക നടപ്പിൽ നിങ്ങൾക്ക് എവിടൊക്കെ ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾക്കറിയാം. ആ മാറ്റം വരേണ്ട ഇടങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സമർപ്പിച്ചാൽ, whatever you need from God, ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, the God of heaven can give it to you. സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് രാത്രി നിനക്ക് വേണ്ടത് തരുവാൻ അവന് കഴിയും. I want to encourage you to trust God and believe God and have faith in God that the peace of God may be upon you all. ഇന്ന് രാത്രി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവനിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് നീ മുമ്പോട്ട് പോകുവാൻ തീരുമാനിച്ചാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ നിന്റെ മനസ്സിനെയും നിന്റെ ഹൃദയത്തെയും നിന്റെ നിലവുകളെയും അവൻ ക്രിസ്തുവിൽ കാക്കും. I pray that you grow in wisdom. ഇന്ന് രാത്രി നിങ്ങൾ ജ്ഞാനത്തിൽ വർദ്ധിച്ച്, I pray that you always grow in knowledge and understanding in the ways of God. ദൈവിക മാർഗത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും പരിജ്ഞാനത്തിലും വിവേകത്തിലും വകതിരിവുള്ളവരായി തീർന്ന്, I pray that you always observe yourself and see where you're lacking and see where you're strong. നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങൾ എത്രമാത്രം അതേ ബലഹീനനാണോ, എത്രമാത്രം നിങ്ങൾ ശക്തനാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സ്വയം ബോധവാന്മാരായി ബോധവതികളായി തീർന്ന്, I pray that you always be dedicated to God, that when he come, India may be counted worthy to reign with him in the first resurrection. നമ്മുടെ മാറ്റം പോലെ തന്നെ ഈ മഹാരാജ്യത്തിന്, ഇന്ത്യക്ക് തന്നെ ഒരു വലിയ മാറ്റമുണ്ടായി കർത്താവിന്റെ വരവിൽ നിങ്ങൾ ഓരോരുത്തരും കാണപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Thank you for listening, brothers and sisters. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി. ഈ രാത്രി കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
The First Church of Our Lord Jesus Christ and Pastor Gino Jennings welcome you to join us for our 24th Church and Pastoral Holy Convocation of the General Assemblies at the historic Forum Auditorium, 500 Walnut Street in Harrisburg, Pennsylvania, from Friday, July 27th to Sunday, July 29th. The Friday and Saturday night services start at 7 p.m. The Sunday service starts at 11:30 a.m. Discount hotel options are available at 3 locations. Please see our website, truthofgod.com, for details. Pastor Gino Jennings of the First Church of Our Lord Jesus Christ welcomes you to our Del Mar, Delaware Church Anniversary, August 18th and 19th at the Wicomico Youth and Civic Center, 500 Glen Avenue, Salisbury, Maryland. Saturday services start at 6 p.m. Sunday services start at 11:30 a.m. There will also be a Sunday 5:30 p.m. service at our local temple, 108 North 2nd Street, Del Mar, Delaware. For more information, call 888-231-2201 or see our website at truthofgod.com. You have been watching the Worldwide Truth of God television program with the Apostle Pastor Gino Jennings of the First Church of Our Lord Jesus Christ. If you'd like to contact us in the United States, call us toll-free at 1-888-231-2201. In Jamaica, the U.S. Virgin Islands, or the rest of the Caribbean, call 876-963-2093. If you have questions, comments, or would like to order DVDs, CDs, or literature written by Pastor Jennings, again, call us toll-free at 1-888-231-2201 in the United States and 876-963-2093 in Jamaica, the U.S. Virgin Islands, and the rest of the Caribbean. You can also email us at truthofgod@arrows.com or visit us on the web at www.truthofgod.com. Once again, our telephone number in the United States is 1-888-231-2201 and 876-963-2093 in Jamaica, the U.S. Virgin Islands, and the rest of the Caribbean. Peace be unto all. The preceding was a paid program brought to you by the First Church of Our Lord Jesus Christ. The opinions expressed were solely those of the sponsor.